ഫ്രണ്ട്സ്, അതിരാവിലെ തന്നെ ഒരു വ്യൂ പോയിൻ്റൊക്കെ പോയി കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിൽ വന്ന് റെസ്റ്റ് എടുത്ത ശേഷം നമ്മുടെ ഗാർഡനിലേക്കാണ് പോയത്. ഗാർഡനിലേക്ക് പോകേണ്ട വഴിയെന്ന് വെച്ചാൽ നമ്മൾ കാർ പാർക്ക് ചെയ്യുന്ന ഏരിയയോട് ചേർന്നിട്ട് തന്നെ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് താഴെ ഇറങ്ങിപ്പോയാൽ ഗാർഡനാണ്. ഈ ഗാർഡൻ ഏരിയയിൽ തന്നെ 4 കോട്ടേജ് ഉണ്ട്. നമ്മുടെ ഗാർഡൻ വഴി വേണമെങ്കിലും നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് എൻട്രി ചെയ്യാം. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വരുന്നവർക്ക് ഈ ഗാർഡനിലേക്ക് കയറാൻ പറ്റില്ല. കോട്ടേജിലുള്ളവർക്ക് മാത്രമാണ് ഈ ഗാർഡൻ വഴി റെസ്റ്റോറൻറ്റിലേക്ക് എൻട്രി ഉള്ളത്. നല്ല ഗാർഡനാണ്. നമ്മൾ കോട്ടേജിൽ വരുന്ന ടൈമിൽ ഈവനിങ് ഒക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗാർഡനിൽ വന്നിരുന്ന നല്ല ഫീലായിരിക്കും. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഗോൾഡൻ പീക്ക് കോട്ടേജിൻ്റെ 3 വീഡിയോസാണുള്ളത്. ഗോൾഡൻ പീക്ക് കോട്ടേജിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഗോൾഡൻ പീക്ക് കോട്ടേജ് എന്ന് പറയുന്ന വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളും ഓൺലൈനിലെ റേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണുക. നമ്മൾ ഗാർഡനിൽ നിന്ന് നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാനാണ്. ഇവിടെ റെസ്റ്റോറൻറ്റ് 8:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 8:30ക്ക് സ്റ്റാർട്ട് ചെയ്ത് 10:30 ആകുമ്പോൾ തന്നെ ഏകദേശം ക്ലോസ് ആവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും ദോശയും ഉപ്പുമാവും പിന്നെ പുഴുങ്ങിയ പഴം, മുട്ട, അതേ കണ്ടില്ലേ, വാട്ടർമെലനും പൈനാപ്പിളും, കോഫി. ദോശയിൽ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഊത്തപ്പം, നമ്മുടെ നാട്ടിൽ ഊത്തപ്പം എന്നാണ് പറയണത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗംഭീരമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഇവിടെ നമ്മുടെ കോട്ടേജിൽ ഗസ്റ്റുകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ രാവിലെ ബുഫേ സിസ്റ്റമാണ്. പക്ഷേ നമ്മൾ ചെന്ന സമയത്തിൽ ഒരു 3-4 ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടിട്ട് ബുഫയ്ക്കും ഈ ഫുഡ് ഐറ്റംസൊക്കെ തന്നെയാണ് വിളമ്പുന്നത്. ബുഫേ എടുക്കുന്നത് ഇവിടെയല്ല, തൊട്ടടുത്തൊരു റൂമുണ്ട്. ആ റൂമിലാണ് ബുഫേ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ ഒരു ലോണുണ്ട്, അങ്ങോട്ടേക്ക് പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഈ ലോണിൽ ഇവിടെ നമുക്ക് നല്ല വ്യൂ ആണ് ഇവിടെ. പിന്നെ ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം വളരെ കൂടുതലാണ് കേട്ടോ. ഇവിടെ ഒത്തിരി കുരങ്ങന്മാരുണ്ട്. അതെ, ആ മരം നിറയെ കുരങ്ങന്മാരാണ്. ഞങ്ങൾ പേടിച്ചു പോയതെങ്ങാനും നമ്മുടെ മേത്തോട്ട് ചാടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും അത് കിടന്ന് ഭയങ്കരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. ഈ ബിൽഡിംഗ് വന്നിട്ട് പുതിയ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആണ്. ഇത് വന്നിട്ട് ഇനോഗ്രേറ്റ് ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല. ഉടനെ ഇനോഗ്രേറ്റ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, ഇത് നമ്മുടെ പഴയ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. കോട്ടേജിലൊക്കെ കൊടുക്കുന്ന എമൗണ്ടിൻ്റെ അത്ര പോലും ആവത്തില്ല ഒരു ദിവസത്തെ സ്റ്റേക്ക്. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യാൻ വരുന്ന ടൈമിലൊക്കെ
എപ്പോഴും ഗസ്റ്റ് ഹൗസാണ് ബുക്ക് ചെയ്തിരുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ KTDCയുടെ കോട്ടേജ് ബുക്ക് ചെയ്തത്. കോട്ടേജ് ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ എമൗണ്ടും ഇവിടെ എത്ര കോട്ടേജസ് ഉണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളുമെല്ലാം ഗോൾഡൻ പീക്ക് കോട്ടേജ് എന്ന് പറയുന്നൊരു വീഡിയോയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മക്കൾക്ക് ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞു. ഈ നമ്മുടെ കോട്ടേജിൻ്റെ പുറകിൽ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. അതുപോലെ ഈ കോട്ടേജസിൻ്റെ പുറകിൽ തന്നെ ഒരുപാട് കോട്ടേജസുകൾ താഴെയുണ്ട്. ഗോൾഡൻ പീക്ക് കോട്ടേജ് എന്ന് പറയുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ക്യാമ്പ് ഫയർ നടത്തുന്ന സ്ഥലം. ഒരുപാട് പേരുണ്ടെങ്കിൽ ക്യാമ്പ് ഫയർ നടത്തും. അങ്ങനെ മക്കൾക്ക് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്നതാണ്. അവർ കുറച്ച് നേരം ഒന്ന് ഊഞ്ഞാലൊക്കെ ആടി എൻജോയ് ചെയ്തു. താഴെയൊക്കെ കോട്ടേജസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗോൾഡൻ പീക്ക് കോട്ടേജിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കോട്ടേജ് ചെക്കൗട്ട് ചെയ്യേണ്ട സമയമാണ്. ഞങ്ങൾ കോട്ടേജ് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ടൈം ആയിരുന്നു ഗോൾഡൻ പീക്ക് കോട്ടേജിൽ ഞങ്ങൾ വന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. Bye friends.